الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم. وقال نبينا وحبيبنا ومنجينا ومرشدنا ومصطفانا محمد صلى الله عليه وسلم: أنا من نور الله وكل شيء من نوري. صدق رسوله النبي الكريم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. الصلاة عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. أحمد الله وصلي من على أحمد والآل والأصحاب والآل الصلاة رسول الله. الصلاة عليك يا بلغ المدح في أوصافه فما بلغ بما في البال الصلاة والسلام عليك يا طه قلبي تبعا بذات طه تهلي الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. اللهم صل على سيدنا محمد.
പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ പള്ളിയിലെ ഖത്തീബും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് റഹ്മാനി, പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള ഒരു മജ്ലിസാക്കി തരട്ടെ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഒക്കെ ഹലാലും ഖൈറുമായ എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പല മജ്ലിസുകളിലായി ഈ സ്ഥാപനത്തിൽ ഈ വിനീതം വന്നിട്ടുണ്ട്. ഒരു ഇശ്ഖ് മജ്ലിസുമായി പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ബന്ധം അത് രണ്ട് ലോകത്തും ഉപകാരമുള്ള ഒരു ബന്ധമാക്കി തരട്ടെ. അല്ലാഹു നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും പുറത്തു കൊടുക്കട്ടെ. നമ്മോട് ബന്ധപ്പെട്ട് വിദേശ നാടുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് തരട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മയും കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ സമയം നമുക്ക് സംസാരിച്ച് ആക്രമ ബൈത്ത് ചൊല്ലി ദുആ ചെയ്ത് വളരെ വൈകാതെ നമുക്ക് പിരിഞ്ഞു പോകാം. ഞാനും ക്ഷീണിതനാണ്. പാലക്കാട്ടിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. യാത്രന്റെ ബുദ്ധിമുട്ടാണ്. ഇനി പോകാനുള്ള കരുതലുകളൊക്കെയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ പാടാനും പറയാനും കേൾക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. നമ്മളെപ്പോലെ ആസ്വാദനത്തിന്റെ ലോകത്താണ്. ഇപ്പോ മജ്ലിസിനൂറാണെങ്കിലും അതൊരു ആസ്വാദനം, ബുർദയായാൽ അതും ഒരു ആസ്വാദനം, മൗലിദായാൽ അതും ഒരു ആസ്വാദനം, ഇശ്ഖ് മജ്ലിസായാൽ അതും ഒരു ആസ്വാദനമായി മാറി. ആസ്വദിക്കണം. പക്ഷെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബ്ബത്ത് ഖൽബിൽ ഉണ്ടായിട്ട് ആസ്വദിച്ചാൽ ഇരിക്കുന്ന ഓരോ സെക്കൻഡിനും കൂലി കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യണം. അപ്പൊ നല്ല നിയത്തോടു കൂടെ ഇരിക്കുന്ന കുറച്ച് സമയം മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയാനും അവരുടെ പേരിൽ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലാനും അതിനൊക്കെ ഉള്ള ഒരു മജ്ലിസായി നമ്മൾ ഇതിനെ കാണുക. കുട്ടികളൊക്കെ അടങ്ങിയിരിക്കണം കേട്ടോ. അവിടുന്ന് എഴുന്നേൽക്കരുത്. ഒരു ഭാഗത്ത് ഇരുന്നാൽ അവിടെ ഇരിക്കണം. അവിടുന്ന് പിന്നെ എഴുന്നേൽക്കരുത്. നല്ല അച്ചടക്കത്തോടുകൂടെ ഇരിക്കുക. എല്ലാവരും നല്ല മക്കളാണല്ലോ. എല്ലാവർക്കും നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മുത്ത് റസൂലുള്ളാഹി, ഇത് നിങ്ങൾ സാധാരണ നമ്മൾ വഴങ്ങ് പറയുമ്പോൾ പറയാൻ പറ്റിയൊരു സദസ്സല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സാണ്. അത് ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഇരിക്കുന്നതുമെങ്കിൽ ഈ മജ്ലിസ് ഹബീബായ നബി തങ്ങളുടെ റൗള ശരീഫിൽ ഇരുന്ന് നോക്കിക്കാണും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെല്ലാവരും നല്ലൊരു ഇഖ്ലാസോടുകൂടെ ആയിരിക്കണം ഈ സദസ്സിൽ ഇരിക്കേണ്ടത്. മറ്റുള്ള ചിന്തകളും വർത്തമാനങ്ങളും ഒന്നും ഇപ്പൊ നമ്മുടെ ഖൽബിലേക്ക് വരരുത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിലേക്ക് ഇറക്കി ആദം നബി. അങ്ങനെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ കരഞ്ഞ് 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 നടന്നു 300 കൊല്ലം. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. അല്ലാഹുവേ, പടച്ചവനെ പറ്റിപ്പോയി, ചെയ്തു പോയി. എൻ്റെ നഫ്സിനോട് അല്ലാഹുവേ ചെയ്തു പോയി. റബ്ബേ, നീ എങ്ങാനും പുറത്തു തന്നില്ലെങ്കിൽ എന്റെ കാര്യം പരാജയത്തിലാണ്. ഇതാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ദുആ. ആദം നബി അലൈഹിസ്സലാം കരഞ്ഞ് 300 കൊല്ലം കരഞ്ഞു നടന്നു. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ് സൻജല്, അത് ഇഞ്ചി, അതുപോലെ ചന്ദനം പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ മുളച്ചത് ആദം നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീരിൽ നിന്നാണ് കാണുന്നത്. അതൊരു മാസ്മരികമായ, അല്ലെങ്കിൽ അത്രയും ഹൃദയത്തെ പിടിച്ച് കുലുക്കിയ കണ്ണുനീരായിരുന്നു സയ്യിദുനാ ആദം. അങ്ങനെ 300 കൊല്ലം കരഞ്ഞു നടന്നിട്ട് അല്ലാഹു തിരിഞ്ഞു നോക്കിയില്ല. 300 കൊല്ലം കരഞ്ഞ് റബ്ബനാ ളലംനാ അൻഫുസനാ അങ്ങനെ നടന്നു. ഹവ്വാ ബീവി മുബദ്ദിയരും അങ്ങനെ നടന്നു. ആദം നബി മുമ്പരും കുറെ അങ്ങനെ നടന്നു. 300 കൊല്ലം. ഭൂമിയിലാകെ 2 ആളേ ഉള്ളൂ. സ്വർഗത്തിന് 2 എണ്ണത്തിന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറക്കിയതാ ഭൂമിയിലേക്ക്. 2 ആളെ ഇറക്കിയത് ഒരു ഭാഗത്തോട്ടല്ലതാണ്. ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത് ചരിത്രം പറയുന്നു. ശ്രീലങ്കയിലെ സിലോണിലെ ആദമല എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മലയിലാണ് ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത്. ചരിത്രത്തിൽ കാണാം. അതുകൊണ്ടാണ് നമ്മുടെ കേരളക്കരയിലൂടെ ആദം നബി അലൈഹിസ്സലാം സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നതും. കോഴിക്കോട് കൊയിലാണ്ടി പാറപ്പള്ളിയിൽ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാൽപാദമാണത് എന്ന് മുൻഗാമികൾ മഹത്തുക്കൾ പറഞ്ഞതുമൊക്കെ ആ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് ആദം നബി അലൈഹിസ്സലാം 40 ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഇതിന് സാധ്യത ഉണ്ട്. ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വലിയ രാജ്യമായിരുന്നു. ശ്രീലങ്കയും നേപ്പാളും ഭൂട്ടാനും പാകിസ്ഥാനും ഒക്കെ ഒരുമിച്ച് കൂടിയ ഒരു ഇന്ത്യ, വലിയൊരു ഇന്ത്യയാണത്. ഇപ്പൊ പിരിഞ്ഞത് നോക്കണ്ട. അപ്പൊ ചരിത്രപരമായി സാധ്യതകളുണ്ട്, തള്ളിക്കളയാൻ പറ്റൂല. ഹവ്വാ ബീവിയെ അല്ലാഹു തആല ദുനിയാവിന്റെ വേറൊരു കോണിൽ ഇറക്കി. എന്നിട്ട് 2 ആളും തമ്മിൽ കാണില്ല. 300 കൊല്ലം 2 ആളും കണ്ടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞ് കരഞ്ഞ് നടന്നു. അവസാനം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ പറയല്ലോ 18ാമത്തെ അടവണ് പയറ്റി എന്ന് പറയല്ലോ. ഇത് 18ഉം കഴിഞ്ഞു, 19ഉം കഴിഞ്ഞു, 100ഉം കഴിഞ്ഞു, 300ഉം കഴിഞ്ഞിരിക്കണം. എല്ലാ അടവും പയറ്റിക്കണം ആദം നബി. ഒന്നും അല്ലാഹു തിരിഞ്ഞു നോക്കിയതേ ഇല്ല. അവസാനം മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അവിടെയാണ് മുഹമ്മദിയ നൂറാനിയത്തിന്റെ മാസ്മരിക പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്ത് ചൊല്ലിയില്ലേ ഞാൻ ഇപ്പൊ ഇവിടുന്ന് നിർത്തി പോകും. നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ നജ്ജിനി ബിഹഖ്ഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് എന്നെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മുഹമ്മദ് നബിയുടെ ഹഖ്
അഫ്വ് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപ്പോഴേക്ക് എത്ര കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്? 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി അള്ളാഹുവിന്റെ ഇടപെടൽ നോക്ക് നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് എത്രയാണ് അള്ളാഹുവിന്. എന്ത് സംഭവിച്ചു? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉടനെ തന്നെ ആ സെക്കൻഡിൽ അല്ലാഹു ആദം നബിയോട് ചോദിക്കുകയാണ്, കൈഫ അറയാ ആദം കൈഫ അറഫ്ത മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ സലാത്തിലില്ല റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ ഒന്നും കാര്യമായില്ല കേട്ടോ. കൈഫ അറഫ്ത മുഹമ്മദ, എങ്ങനെയാണ് മുഹമ്മദ് നബിയെ, എന്റെ മുഹമ്മദ് നബിയെ എങ്ങനെ ഞങ്ങൾ മനസ്സിലാക്കിയത്? നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? ഞാൻ ഭൂമിയിൽ പടച്ചിട്ടില്ലല്ലോ മുഹമ്മദിനെ. ഇനി അങ്ങയുടെ പേരമകനായി അങ്ങയുടെ മക്കൾ പരമ്പരകളിലൂടെ കടന്നു വരാനുള്ള നബിയാണല്ലോ ആ മുഹമ്മദ് നബി. ആ നബിയെ എങ്ങനെയാ നിങ്ങൾ മനസ്സിലാക്കിയത്? എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? അത് നബിയോടൊപ്പം 300 കൊല്ലം റബ്ബനാ ലലംനാ പടച്ചോനെ പറ്റിപ്പോയി അല്ലാഹ് പുറത്തുണ്ടാകുന്നിട്ട് തിരിഞ്ഞോക്കാത്ത അല്ലാഹു മുഹമ്മദ് എന്ന പേര് കേട്ടപ്പോൾ ആദം നബിയോട് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ആദം കൈഫ അറഫ്ത മുഹമ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം, എങ്ങനെ ഞങ്ങൾ മുഹമ്മദിനെ മനസ്സിലാക്കിയത്? ആരാ നിങ്ങൾക്ക് മുഹമ്മദിനെ പറ്റി പറഞ്ഞു തന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്, അല്ലാഹുവേ, സ്വർഗീയ ലോകത്ത് ഞാൻ ജീവിക്കുന്ന സമയത്ത് സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലും ഞാൻ ഒരു നാമം കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ പിറകെ മറ്റൊരു പേരുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 600 ചിറകുകളാണ്. ആ ചിറകുകളിൽ മുഴുവനുമുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശിന്റെ തൂണിൽ എഴുതി വെച്ചിട്ടുള്ള നാമമാണത്. മലായികത്തുൽ കിറാമിന്റെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്. ഹൂറുലീങ്ങളുടെ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ പഴങ്ങളിലും മരങ്ങളിലും ആറുകളിലും ഹാറുകളിലും അനുഭൂതികളിൽ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ കാണുന്നിടത്ത് മുഴുവനുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ ഇസ്മിന്റെ കൂടെ നീ ഒരാളുടെ പേര് ചേർത്ത് വെക്കണമെങ്കിൽ അത് നിനക്ക് അത്രയും ഇഷ്ടമുള്ള ആളായിരിക്കുമല്ലോ. അപ്പോൾ മൂപ്പര് ഒരു കാര്യം മനസ്സിലാക്കാണ്ട്, ആദം നബിക്ക് ആരും തിരിഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയുടെ മഹത്വം എന്താന്ന് ആദം നബിക്ക് അപ്പോൾ മനസ്സിലായി. മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ്, പടച്ചോനെ അന്റെ പേരിന്റെ കൂടെ ഒരാളെ പേര് എഴുതി വെക്കണമെങ്കിൽ അനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാകുമല്ലോ അത്. അത്ര അറിയാം ആദം നബി കൂടും. പിന്നെയാണല്ലോ വഅല്ലമ ആദമൽ അസ്മാഅ. അതൊക്കെ സ്വർഗീയ ലോകത്ത് നിന്ന് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആകെ ടെൻഷനിലാണ് ആദം നബി അലൈഹിസ്സലാം. നമ്മളിവിടെ ആദം നബിയെ മോശാക്കാനല്ല പറയുന്നത്, വലിയ മഹാനല്ലേ ആദം നബി അലൈഹിസ്സലാം. മനുഷ്യ പിതാവാണ്, നമ്മുടെ ഒക്കെ വാപ്പയാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ആളുകളുടെ വാപ്പയാണ് സയ്യിദുനാ ആദം. വലിയ മഹാനാണ്. പക്ഷേ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് 300 കൊല്ലം കരഞ്ഞ് ദുആ ചെയ്തിട്ട് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരിഞ്ഞു നോക്കിയില്ല. പിന്നെയോ അല്ലാഹുമ്മ നജ്നി ബിഹഖി മുഹമ്മദിൻ, ലോകത്തിന്റെ നായകന്റെ ആ മനോഹരമായ നാമം ഉച്ചരിച്ചപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചില്ലേ, ആദമേ, എന്റെ ഹബീബിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അത് മദീനയുടെ നായകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ആയിക്കോട്ടെ, നിങ്ങളെ തൗബ സ്വീകരിച്ചോളാം. മുഹമ്മദ് നബിയുടെ പേര് പറഞ്ഞില്ലേ,
ഇനി നമുക്ക് കാത്തിക്കാൻ പറ്റൂല. ഫതാബ ഫഖബില തൗബതഹു. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു. ആ തൗബ സ്വീകരിച്ചപ്പോഴാണ് അപ്പോഴേക്ക് ആദം നബി അലൈഹിസ്സലാം അറഫയിൽ എത്തിയിട്ടുണ്ട്. എവിടെ അറഫ? എവിടെ മക്കളെ അറഫ? ഞാൻ പോയാ തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് ശോഭാ സീറ്റിന്റെ അവിടെ എവിടെ അറഫ? മക്കത്ത്. അൽഹംദുലില്ലാഹ്. ഹവ്വാ ബീവി നടന്ന് എവിടെ എത്തിയിട്ടുണ്ട്? അറഫയിൽ എത്തിയിട്ടുണ്ട്. മക്കത്തല്ല, അറഫയിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അസ്സലാമു അലൈക്കും റബ്ബേ, നമ്മൾ അവിടുന്ന് കണ്ടതാണല്ലോ, 300 കൊല്ലം കഴിഞ്ഞില്ലേ, രണ്ടാളും കൂടെ. അതാണ് അറഫ ആദമു ഹവ്വാ. അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു, അറിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയെ തിരിച്ചറിഞ്ഞ സ്ഥലമാണ് അറഫ. ഹവ്വാ ബീവിന്റെ മഖബറ ജിദ്ദയിലുണ്ട്. കണ്ടവരും പോയവരൊക്കെ ഉണ്ടാവും ചിലപ്പോ, അല്ലേ? ജിദ്ദയിലുണ്ട് ഹവ്വാ ബീവിന്റെ മഖബറ. ആ തൗബ അല്ലാഹു സ്വീകരിച്ചപ്പോൾ അവരെ രണ്ടുപേരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അതിന്റെ മുമ്പുള്ള ലോകം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ലോകത്താകെ 2 മനുഷ്യന്മാരുള്ളൂ ഭൂമിയിൽ. രണ്ടും രണ്ടറ്റത്ത്. എങ്ങനെയാണ് ജീവിച്ചത്, എന്താണ് അവർ ചെയ്തത്, വലിയ സംഭവം ഒക്കെ മഹാന്മാര് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പറയപ്പോ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മളെ വിഷയം അതല്ല. വിഷയം മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണിത്. അല്ലാഹ് 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 അലൈഹി തവക്കലു ബിന ബല അബ്ദുല്ലാഹ് സീറ ഖദീജ മനാല അബൂബക്കർ തവല അറബികൾ തലിവ ഖുറൈശികൾ ഹർജ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് 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 അലൈഹി തവക്കലു. حسن الزاهد حسين الشهيد حمزة عباس حزرة بلال عمر الحسن الزاهد حسين الشهيد حمزة عباس حزرة أويس وليان عشق رسول المريدال صلى الله عليه وسلم. الله 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 عليه توكلوا. حبيباي محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാനിയത്ത് കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെട്ടത്. മംഗൂസ് മൗലിദിയുടെ ഓതിയല്ലോ, അതിന്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. അലാ അറിയണേ, ഹുവ ആരാണ് മുഹമ്മദ് നബി എന്നറിയുമോ? അല്ലദീ തവസ്സല ബിഹി, ആ മുഹമ്മദ് നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇടതേടി പ്രാർത്ഥിച്ചിട്ടുണ്ട് സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അതാണ് അല്ലാഹുമ്മ നജ്ജിനി ബിഹഖി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹഖ് കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തണേ.
ദുആ ചെയ്തു. അതാണ് അലാ മങ്കൂസ് വലിന്റെ തുടക്കത്തിൽ ഫസ്റ്റ് വരി അല്ലേ, സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയ്യിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരിൽ സമാനി وألبسه خلعة الجمال التي لم يلبسها أحدا فولد بوجه أخجل قمرا وفرقدا على هو الذي توسل به آدم عليه السلام. ആദം നബി അലൈഹി സലാം ഇടതേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മാത്രമല്ലല്ലോ ഹബീബായ നബി തങ്ങളെ കൊണ്ടാണ് ബാക്കിയുള്ള മുഴുവൻ അമ്പിയാക്കളും രക്ഷപ്പെട്ടത്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് മുഹമ്മദ് നബിയെ കൊണ്ടാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, അത് വലിയൊരു സംഭവം. മങ്കൂസ് മൗലിദ് ശരിക്കും നന്നായി വിശദീകരിക്കേണ്ട ഒരു ഹദീസാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു പടക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ മുഹമ്മദ് നബിയുടെ നൂറിലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പ്രതിമയിലേക്ക് അല്ലാഹു അങ്ങോട്ട് പ്രവേശിപ്പിച്ചു. അങ്ങനെ മഹാനായ, അതുകൊണ്ടാണല്ലോ ഇബ്ലീസിന് പ്രകാശം കാണാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തു. അവരാ നൂറ് കണ്ടു, ഇബ്ലീസ് കണ്ടില്ല. പിന്നെയോ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിൽ ആ നൂറുണ്ട്. ആ നൂറ് നേരെ അല്ലാഹു ഭൂമിയിലേക്ക് ഇറക്കി. നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയിലേക്ക് ഇറക്കി. പിന്നെ അത് ആദം നബിയിലൂടെ, ശീഫ് നബിയിലൂടെ, ഇദ്രീസ് നബിയിലൂടെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകിലെത്തിയിട്ടുണ്ട്. മങ്കൂസ് മൗലിദിൽ നമ്മൾ പറയുന്നുണ്ട്, വജഅലനി ഫിസ്സഫീനതി ഫീ സുൽബി നൂഹ് അലൈഹിസ്സലാം. അന്ന് മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജലപ്രളയമുണ്ടായി. പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ മുഴുവനും അല്ലാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടല്ലോ. ആ സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു, മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് നൂഹ് നബി ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ കപ്പലും കൂടെ മുങ്ങുമായിരുന്നു. ആരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മൾ മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം എത്രയാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ജഅലനി ഫീ സുൽബിൽ ഖലീൽ ഇബ്രാഹിം ഹീന ഖുലിഫ ബിഹി ഫിന്നാർ. അസറുൽ സാമ്രാജ്യത്തിന്റെ ആ പുരാതനമായ കിങ്കരന്മാര് മഹാനായ നൂഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീകുണ്ടാരത്തിലേക്ക്, നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ സമയം നൂഹ് നബി അലൈഹി, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീകുണ്ടാരത്തിൽ നിന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു വന്നത് ഹബീബായ നബി തങ്ങളുടെ നൂറാനിയത്ത് അവിടുത്തെ മുതലിൽ ഉണ്ടായത് കൊണ്ടാണ്. അത് പറയുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂൽ പറയുന്നു, വജഅലനി, എന്നെ അല്ലാഹു ആക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഉണ്ടായിരുന്നു, ഫീ സുൽബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ എന്റെ നൂർ ഉണ്ടായിരുന്നു, മുഹമ്മദ് മുസ്തഫ. നമ്രൂദിന്റെ തീകുണ്ടാരത്തിലേക്ക് എറിയപ്പെട്ട സമയത്ത് ഞാൻ ഇബ്രാഹിം നബിയുടെ മുതലിലുണ്ടായിരുന്നു. വെറുതെ അല്ലത് രക്ഷപ്പെട്ടത്, വെറുതെയല്ല. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മുതുകിൽ ഇല്ലെങ്കിൽ വെണ്ണീറായിട്ടുണ്ടാവും. എന്റെ വകയല്ലതൊക്കെ മഹാന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു അത്ഭുത. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം എന്താണെന്ന് നമുക്കൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയൂല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവരുടെ മഹത്വം പറഞ്ഞാൽ തീരില്ല. അതിങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ്. നൂഹ് നബിയിലൂടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, പിന്നെ അങ്ങനെ പ്രവാചക പരമ്പരകളിലൂടെ ഇസ്മായിൽ നബിയിലൂടെ അതിങ്ങനെ ഒഴുകിയെത്തുന്നു. അബ്ദുൽ മുത്തലിബിലേക്ക് എത്തി. പിന്നെ അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബ്ദുല്ലാഹിലേക്ക് എത്തി. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്ന് പിന്നെ അത് ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് എത്തി. ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് എത്തിയപ്പോൾ വല്ലാത്ത അത്ഭുതങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് വലിയ സംഭവമാണ്. ഞാനിപ്പോ ഓരോന്ന് വിശദീകരിക്കാൻ നിന്നാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഈ മങ്കൂസ് മൗലിദ് സത്യത്തിൽ എല്ലാ വീടുകളിലും, കുട്ടികളൊന്നും മങ്കൂസ് മൗലിദ് വീടുകളിൽ, എല്ലാ വീടുകളിലും ഓതണം. ഷറഫലന ഓതണ്ടെന്നല്ല, മങ്കൂസ് മൗലിദ് പഴയ കാലം മുതലേ എല്ലാ വീടുകളിലും ഓതിയിരുന്നതാണ്. എല്ലാ വീടുകളിലും മങ്കൂസ് മൗലിദ് ഓതണം. ഒരു ദിവസം ഒരു ഹദീസെങ്കിലും ഓതണം. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചീരണ്ടിയും മധുരമുള്ളത് എന്തെങ്കിലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വീട്ടിൽ ആരാ ഉള്ളത് ഉള്ള ആളുകൾ വെച്ചിട്ട് ഒരു ഹദീസ് ഓത അതിന്റെ ബൈത്തും ചൊല്ല. എന്നിട്ട് അതിൽ തന്നെ ഉണ്ട് ദുആ. ആ ദുആ ഭയങ്കര ദുആയാണ്. മങ്കൂസ് മൗലിദിന്റെ അവസാനം ഉണ്ട് ഒരു ദുആ, ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതാണ് വേർപ്പം ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ എന്താ അറിയണം നോക്കണം, ദ്വാരനോളി ഒക്കെ ഉത്തരം കിട്ടും. അതാണ് മങ്കൂസ് മൗലിദ്. ഭയങ്കര സംഭവം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ, പ്രവാചക പരമ്പരകളിലൂടെ ആ നൂറാനിയത്ത് ഇങ്ങനെ ഒഴുകി ഒഴുകി കടന്നു വന്ന അബ്ദുൽ മുത്തലിബിലേക്ക് എത്തി. അബ്ദുൽ മുത്തലിബിൽ നിന്ന് അബ്ദുല്ലാഹിലേക്ക് എത്തി. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭംഗിയെ കുറിച്ച് ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആ നാട്ടിലെ മക്കയുടെ തെരുവീതികളിലൂടെ നല്ല സൗന്ദര്യമുള്ള യുവതികൾ പോലും അബ്ദുള്ളയെ കാണാൻ വേണ്ടി വഴിയരികിൽ വന്നു നിൽക്കുമായിരുന്നു. കാരണം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വല്ലാത്ത ഒരു തെളിച്ചം. ഏതാണ് ആ തെളിച്ചം? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാണ്. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കുമ്പോൾ വല്ലാത്ത സൗന്ദര്യം. അത് മാത്രമല്ല, ഒരുപാട് സഹോദരിമാർ അബ്ദുല്ലായുടെ മുന്നിൽ വന്നിട്ട് എന്നെ നിങ്ങൾ കല്യാണം കഴിക്കുമെന്ന് ചോദിച്ച സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ആമിന ബീവിയെ വിവാഹാലോചന നടത്തിയ സമയമായിരുന്നു. അപ്പോൾ ആ സുന്ദരിയായ പെണ്ണിനോട് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആമിന ബീവിയെ വിവാഹാലോചന നടത്തിയിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞിട്ടില്ല, വിവാഹാലോചന നടത്തിയിട്ടുണ്ട്. പിന്നെ ഇനി വേറൊരാളൊപ്പം കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലാത്ത. കുറച്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ മങ്കൂസ് മൗലിദിൽ കൃത്യമായി പറയുന്നുണ്ട്. ഒരു റജബ് മാസത്തിലാണ് കല്യാണം കഴിഞ്ഞത്. റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ കല്യാണം കഴിഞ്ഞു. ആ വ്യാഴാഴ്ച രാത്രി രണ്ടുപേരും വീട്ടിൽ കൂടി. പിറ്റേ ദിവസം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു തങ്ങൾ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് പ്രകാശമില്ല. ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. ആരൊന്നും നോക്കി, പുതുമണവാളനൊന്നും നോക്കി, പിന്നെ ആരും നോക്കിയില്ല. ഒരു വട്ടം നോക്കിയുള്ളൂ. രണ്ടാമത് ഇന്നലത്തെ ഗ്ലാമർ ഇന്നില്ലാന്ന്. അപ്പൊ നിങ്ങളോടൊപ്പം അങ്ങനെ പറയേണ്ടി വരും. ഇന്നലെ വരെയുള്ള ഗ്ലാമർ ഇന്നില്ലാന്ന്. എന്താ പറ്റിപ്പോയത്? നമ്മൾ പറയില്ല കരിവാളിച്ചൊക്കെ എന്നൊക്കെ പറയില്ലേ. ഞങ്ങളെ മലപ്പുറത്തെ ഭാഷയാണ് കരിവാളിക്ക. ഇവിടെ എന്താ പറയുന്നാവും? അതന്നെ. ആ പ്രകാശമൊക്കെ പോയിക്കണം. ആകെ അബ്ദുല്ലാഹിന്റെ കോലം ആകെ പോയി, ഇഷ്ടപ്പെട്ടു. എന്താ സംഭവം? പിറ്റേന്ന് ആമിന ബീവിന്റെ മുഖത്ത് നോക്കി നോക്കുമ്പോ വല്ലാത്തൊരു വെളിച്ചോണ്ട് എന്തൊക്കെയോ അത്ഭുതങ്ങൾ സംഭവിച്ചോടെ. എന്താണ് സംഭവിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുടിയിലുണ്ടായിരുന്ന ബീജത്തുള്ളി നുത്ഫത്താകുന്ന പുണ്യനബിയുടെ നൂറാകുന്ന ആ
നുത്ഫത്തുണ്ടല്ലോ, ബീജത്തുള്ളി, അത് ആമിന ബീവിയുടെ ഗർഭാശയത്തിലെത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ അത് അബ്ദുല്ലാന്റെ മുതുകിലായിരുന്നു റളിയല്ലാഹു അൻഹു. ഇന്ന് അത് ആമിന ബീവിയുടെ ഗർഭാശയത്തിലാണ്. അപ്പോ അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ ഭംഗി ചോർന്നു പോയി. ആമിന ബീവി നേരം വെളുക്കുമ്പോ 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രനെ പോലെ കത്തിത്തിളങ്ങുന്ന പ്രകാശമുള്ള വല്ലാത്ത സൗന്ദര്യത്തിന്റെ ഉടമയായി മാറിയിരിക്കുന്നു ആമിന ബീവി. കാരണം ഇപ്പൊ മുഹമ്മദിയ നൂറാനിയത്തുള്ളത് ആമിന ബീവിയുടെ വയറ്റിലാണ്. ആ സമയത്ത് നടന്ന അത്ഭുതങ്ങളെ കുറിച്ച് മൗലിദിൽ പറയുന്നുണ്ട്. ഇഹ്തസ്സൽ അർശു തറബൻ വസ്തിബ്ശാറാ വസഅദൽ കുർസിയു ഹൈബതൻ വവഖാറാ വംതലഅത് السماوات أنوارا ولجت الملائكة تهليلا واستغفارا. اهتز العرش طربا واستبشارا. അർശ് കിടുകിട പറക്കാൻ തുടങ്ങി. എവിടെയാ അർശുള്ളത്? ഒന്നാം ആകാശം കടന്ന്, 2 കടന്ന്, 3 കഴിഞ്ഞ്, 4 കടന്ന്, 5, 6, 7 ആകാശം കഴിഞ്ഞ്, പിന്നെയും എത്രയോ ആഴങ്ങൾ, മലക്കൂത്തും ജബറൂത്തും ഖഹറൂത്തും ലാഹൂത്തും, അങ്ങനെ അത്ഭുതങ്ങളുടെ ലോകങ്ങൾ കടന്ന് കോടാനും കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അതും കടന്ന് അല്ലാഹുവിന്റെ ആ പരിശുദ്ധമായ അർശുണ്ടല്ലോ, ആ അർശാണ് കിടങ്ങുന്നത്. സന്തോഷം കൊണ്ട് അർശ് തുള്ളിച്ചാടിയതാണ് ആ പദത്തിനർത്ഥം. അല്ലാഹുവിന്റെ സിംഹാസനം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അല്ലാഹുവിന്റെ കുർസി അത് ഹൈബത്ത് വഖാർ വർഗംഭീരം കൊണ്ട് നിൽക്കുകയാണ്. അല്ലാത്ത ഒരു പ്രസന്ന ഭാവം കുർസിയിൽ അനുഭവപ്പെടുകയാണ്. لجت الملائكة أن ولجت الملائكة تهليلا واستغفارا. മലായികത്തുൽ കിറാം തഹ്ലീലിന്റെ ഇസ്തിഗ്ഫാറിന്റെ ആർത്തനാദം മുഴക്കുകയാണ്. ആകാശലോകമാകെ വല്ലാത്തൊരു ശബ്ദമാണ്. തസ്ബീഹും തഹ്ലീലും ചൊല്ലാ മലക്കുകൾ മുഴുവൻ. മാത്രമല്ല ആകാശലോകമാകെ പ്രകാശപൂരിതമാവുകയാണ്. ആകാശം മൊത്തം തിളങ്ങുക. എന്തെവിടെ ഉണ്ടായി? ഹബീബായ നബി തങ്ങൾ ജനിച്ചോ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചോ? മക്കത്ത് ജനിച്ചോ? ജനിച്ചിട്ടില്ല. എന്തുണ്ടായി? ഞാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തവിടെ നടന്ന അത്ഭുതം നോക്കുന്നത്? വല്ലാത്തൊരു അത്ഭുതമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെ ആ മുതുകിൽ നിന്ന് ആ നുത്ഫത്ത്, നൂറാനിയത്തിന്റെ നുത്ഫത്ത് ആമിന ബീവിയുടെ വയറ്റിലേക്ക് കടന്നിട്ടുള്ളൂ. അപ്പോഴേക്ക് അർശ് തുള്ളിച്ചാടി. അവിടെ വല്ലാത്ത സന്തോഷം. കാരണം ഇനി കുഞ്ഞു പ്രസവിക്കാൻ 9 മാസം കാത്തിരുന്നാൽ മതി. ഇതാണ് അല്ലാഹു ഇങ്ങനെ അംബിയ മുർസലീങ്ങളുടെ മുതുകിലൂടെ സംരക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവന്നിരുന്നത്. ഇത് ഭൂമിയിലേക്ക് ഭൂജാതനാവാൻ പോവുക. ആ സന്തോഷം കൊണ്ട് ആകാശലോകത്ത് അർശ് തുള്ളിച്ചാടുകയാണ്. കുർസി പ്രകമ്പനം കൊള്ളുകയാണ്. ആകാശലോകമാകെ പ്രകാശപൂരിതമാവുകയാണ്. മലായികത്തുൽ കിറാം മുഴുവനും ആർത്തനാദം മുഴക്കുകയാണ്. എന്നിട്ട് ആ നൂറാനിയത്ത് ഇങ്ങനെ കടന്നു വരുന്നു. പിന്നെ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ആ കുഞ്ഞിനെ പ്രസവിക്കുക. സുബഹിയോടടുത്ത സമയത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിനെ പ്രസവിക്കപ്പെടുന്ന സമയത്ത് വല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മങ്കൂസ് മൗലിദിൽ അത് പറയുന്നുണ്ട്. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പ്രസവിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലുണ്ടായ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ മങ്കൂസ് മൗലിദിൽ പാരായണം ചെയ്യാറുണ്ട്. എന്താണ് പറയുന്നത്?
فلما كان وقت ظهور أسراره وإشراق الكون بأنواره فبينما آمنة في بيتها وحيدة مستأنسة ببركاته وهي فريدة. ആമിന ബീവി തന്റെ വീട്ടിൽ ഇന്നും മക്കത്ത് ചെന്നാൽ കാണാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രസവിച്ചു വീണ ആ സ്ഥലം. അവിടെ ഉള്ളും കാണാൻ കഴിയില്ലെങ്കിലും അത് പുറത്തു പതിന്റെ ഒരു എടുപ്പ് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കാണാം. ആ വീട്ടിൽ മഹദിയായ ആമിന ബീവി പ്രസവത്തിന്റെ സന്ദർഭത്തിൽ ഇരിക്കുകയാണ്. فبينما آمنة ولم تشعر إلا وقد أشرق في بيتها النور. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രസവിച്ചു വീഴുന്ന സമയത്ത് പ്രസവിക്കുന്നതിന്റെ മുമ്പ് ആമിന ബീവി കിടക്കുന്ന റൂമിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രകാശമാണ്. വഖദ് അശ്റഖ ഫീ ബൈതിഹി النور. ആ പ്രകാശം കണ്ടപ്പോൾ വഅന്നഹൽ ഫറഹു വസ്സുറൂർ. ആമിന ബീവിക്ക് വല്ലാത്ത സന്തോഷമാവുകയാണ്. വഅഖബലത്തിൽ മലായികത്തു വൽ ഹൂർ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളൊക്കെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രസവമെടുക്കാൻ പേരെടുക്കാൻ നഴ്സുമാരല്ലേ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ലോകത്തിന്റെ നായകനെ ഭൂമിലോകത്തേക്ക് കടന്നു വരുമ്പോ ആമിന ബീവിയുടെ അരികിൽ ഖിദ്മത്തിന് വേണ്ടി കടന്നു വരുന്നത് അത് സ്വർഗീയ ലോകത്ത് നിന്ന് വീടിന്റെ പുറത്ത് മുഴുവനും മലായികത്തുൽ കിറാമാണ്. മലായികത്തുൽ കിറാം ലക്ഷക്കണക്കിന് കോടിക്കണക്കിനെങ്കിലും മലായികത്തുൽ കിറാം ഭൂമിയിലേക്ക് ഇറങ്ങുക. കുഞ്ഞ് പ്രസവിക്കാൻ പോകുന്നു. ആ കുഞ്ഞ് പ്രസവിക്കാനുള്ള സമയമായിട്ടുണ്ട്. ആമിന ബീവിയുടെ കിടക്കുന്ന റൂമിന്റെ ഉള്ളിലൂടെ അന്ന് അക്കാലം വരെ മക്കയിലോ പരിസര പ്രദേശങ്ങളിലോ കണ്ടിട്ടില്ലാത്ത മനോഹരമായ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതകരമായ പക്ഷികൾ ഇങ്ങനെ പറക്കുകയാണ്, വട്ടമിട്ട് പറക്കുന്നു. ആമിന ബീവി പ്രസവിക്കാൻ കിടക്കുന്ന റൂമിന്റെ ഉള്ളില് അക്കാലം വരെ എവിടെയും കണ്ടിട്ടില്ലാത്ത പക്ഷികൾ ഇങ്ങനെ പറക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആലോചിച്ചോക്ക്. ആമിന ബീവി നമ്മുടെ സഹോദരിമാരൊക്കെ പ്രസവിക്കാൻ പോണ ലേബർ റൂമിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ വയറും കത്തിയും കണ്ടാൽ തന്നെ പ്രസവിക്കണ പെണ്ണുങ്ങൾ അതിൻ്റെ ഉള്ളിൽ നീച്ചിട്ട് പുറത്തേക്ക് പോകണം അല്ലേ? ആമിന ബീവി പ്രസവത്തിന് തയ്യാറായ റൂമിന്റെ ഉള്ളിൽ വല്ലാത്ത പ്രകാശം, മനോഹരമായ പക്ഷികൾ വട്ടമിട്ട് പറക്കുക, മലായികത്തുൽ കിറാം ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഇന്നയോ വഹിയ തസ്മഉ ഇസ്തിഹാമിഹിം വഇത്ഫാലിഹിം ബിഖുദൂമിൽ ഹബീബി ഹംസാ. ഈ ശബ്ദ കോലാഹലങ്ങളൊക്കെ ആര് കേൾക്കുന്നുണ്ട്? മഹദിയായ ആമിന. ആലോചിച്ചോക്കി എന്തായിരിക്കും ആമിന ബീവിന്റെ സന്തോഷം. വഹിയ തസ്മഉ, ആമിന ബീവി കേൾക്കുന്നു, ഇസ്തിഹാമിഹിം വഇത്ഫാലിഹിം, അതായത് മലക്കുകളുടെ തിക്കും തിരക്കും, ഹൂറുല്യങ്ങളുടെ തിക്കും തിരക്കും, ഉന്തും തള്ളും, അവരുടെ ശബ്ദവും കോലാഹലങ്ങളും. കാരണം കുഞ്ഞ് പ്രസവിക്കാനായി ആ കുഞ്ഞിനെ അങ്ങോട്ട് വാരിയെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇവര്. സുബ്ഹാനല്ലാഹ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉൽദൽ ഹബീബ് സയ്യിദുൽ മുതഅബ്ബിദ് والنور من وجناته يتوقد يا رب صل وسلم منزل الخلائق من جهنم جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد يا رب صل منزل الخلائق من جهنم. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസവത്തിന്റെ ആ രംഗങ്ങളാണ് ആ ബൈത്തിലൂടെ ഇങ്ങനെ വിശദീകരിക്കുന്നത്.
സുബ്ഹാനല്ലാഹ്, ആമിന ബീവി ഹബീബായ നബി തങ്ങളെ പ്രസവിച്ചപ്പോൾ വല്ലാത്ത അത്ഭുതങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. കിസ്റയുടെ ആ കൊട്ടാരം, കിസ്റയുടെ കൊട്ടാരത്തിന്റെ ആ ബിംബങ്ങൾ, ആ മിനാരങ്ങൾ കൊഴിഞ്ഞു വീണു. 14 മിനാരങ്ങൾ കൊഴിഞ്ഞു വീണു. സാവാ തടാകം ഒറ്റിവരണ്ടിട്ടുണ്ട്. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീകുണ്ടാരം കെട്ടുപോയി. വല്ലാത്ത അത്ഭുതം മാത്രമല്ല, പറഞ്ഞാൽ തീരൂല്ല. പേർഷ്യക്കാർ ആരാധിക്കുന്ന തീകുണ്ടാരമൊക്കെ കെട്ടുപോയി. അല്ലാത്ത അത്ഭുതങ്ങൾ ലോകത്ത് നടക്കുകയാണ്. അതാണ് ഈ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന അവരുടെ ഒരു ആഘോഷ ദിവസമായിരുന്നു. ആ ആഘോഷ ദിവസം പല വിദേശികളും മക്കയിലേക്ക് കടന്നു വരും. അപ്പൊ അവര് ചെന്ന് നോക്കുമ്പോ ഇവരുടെ ദൈവങ്ങൾ, ബിംബങ്ങളൊക്കെ തലകുത്തി വീട് കിടക്കുന്നുണ്ട്. അപ്പൊ വീട് കിടക്കുന്ന ദൈവങ്ങളെ ലാത്ത, ഉസ്സ, മനാത്ത, ഹുബലുൽ അഅല ഇതിനൊക്കെ കുറിച്ച് ഇവര് നിർത്തി വെക്കും. ഇവര് കൈ കൊടുത്തതോടുകൂടെ സാധനം കൊണ്ടും തലകുത്തല കൊണ്ടും. രണ്ടാമതും ഇവര് കുടിച്ച് നിർത്തി വെച്ച് അപ്പോഴും തലകുത്തി വീണു. 3 തവണ ചെയ്തപ്പോഴും ബിംബങ്ങളൊക്കെ തലകുത്തി വീണു. അതാണ് യാ സാലമൽ ലദീ സഫ ഹൗലഹു സനാബിദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖലൂബൻ ഫമാനാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖത്തറത്തിൽ ഈറു ബിസ്സുഹബി സലാത്തും വതസ്ലീമും വതഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി. അതായത് ബിംബങ്ങളൊക്കെ തലകുത്തി വീണ് കിടക്കുന്നത് കൊണ്ടപ്പോൾ ബിംബങ്ങളുടെ മുന്നിൽ പോയിട്ട് അവിടുത്തെ രാജാക്കന്മാരും അവിടുത്തെ നേതാക്കളും ഖുറൈശി പ്രമുഖരും പോയിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളോട് പറയേ, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്കിന്ന്? എന്ത് പറ്റി? നേരം വെളുത്ത് സുബഹിന്റെ സമയം കഴിഞ്ഞപ്പോ, സുബഹിക്ക് മുമ്പ് തലകുത്തി വീണതാ. ഏതാ സുബഹിയുടെ സമയം? റബീഉൽ അവ്വൽ 12ന്റെ സുബഹിയുടെ സമയത്ത് തലകുത്തി വീണതാണ് ബിംബങ്ങൾ. നേരം വെളുത്തിട്ട് സുബഹിന്റെ ടൈം കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ ബിംബങ്ങൾ മുഴുവൻ തലകുത്തല വീട് കിടക്കുക. അവരോട് ചോദിക്കുകയാണ്, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? فمن حزننا قدرت العير بالسحب. വലിയ ഒട്ടകക്കൂട്ടങ്ങൾ പോലും ഒലിച്ചു പോകാൻ മാത്രമുള്ള കണ്ണുനീരാണ് ഞങ്ങൾ ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുനീര് നിങ്ങൾ കാണുന്നില്ലേ? കരഞ്ഞിട്ട് പോയിട്ട് ദൈവങ്ങളെ മുന്നിൽ പോയിട്ട് പറയാ, ഞങ്ങളെ കണ്ണീരുകൾ കാണുന്നില്ലേ? വലിയ വലിയ ഒട്ടകക്കൂട്ടങ്ങൾ വന്നാൽ പോലും ഒലിച്ചു പോകാൻ മാത്രം കണ്ണീര് ഞങ്ങൾ ഇവിടെ പൊഴിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ തലകുത്തി വീട് കിടക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കണില്ല. എന്ത് പറ്റിപ്പോയി ഒന്ന് പറയൂ. അപ്പോഴാണ് ആകാശലോകത്ത് വന്നൊരു ആളും വരുന്നത്. അത് മറ്റൊന്നുമല്ല, അല്ലയോ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഒരു അത്ഭുത കുഞ്ഞ് ജനിച്ച് വീണിച്ചിട്ടുണ്ട്. ഒരു അത്ഭുത കുഞ്ഞ് ഈ ഭൂമി ലോകത്തോട്ട് പിറന്നു വീണിട്ടുണ്ട്. ഭൂമിയിലെ സകലമാന മുക്കുമൂലകളിലും ആ കുഞ്ഞിന്റെ പ്രകാശം പരന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ദൈവങ്ങളൊക്കെ തലകുത്തല പോണത്. ഇനി അവർക്കൊന്നും കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ പറ്റൂല. സത്യത്തിന്റെ നായകൻ ലോകത്തേക്ക് പറന്നു വീണിട്ടുണ്ട്. ഭയങ്കര സംഭവം. അത് വിശദീകരിക്കാൻ സമയമില്ല, പെട്ടെന്ന് ഷോർട്ടാക്കി പറഞ്ഞു പോയതാ. കുറെ വിശദീകരിക്കണം, അതിന്റെ ഇടയിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കുറെ നേരം കിട്ടാത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പിന്നെ തൗഫീഖുണ്ടെങ്കിൽ പിന്നീട് ഒരിക്കലാവാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ ഒരു കുഞ്ഞല്ല, സാധാരണ ഒരു മനുഷ്യനല്ല. ഹബീബായ നബി തങ്ങളില്ലെങ്കിൽ ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല.
മലായികത്തുൽ കിറാമില്ല, ജിന്നില്ല, പക്ഷികളില്ല, പറവകളില്ല, ഒന്നുമില്ല. എല്ലാം ഉണ്ടായത് മുഹമ്മദ് നബിയിൽ നിന്നാണ്. അന മിൻ നൂറില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി. ഞാൻ അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ്, എന്റെ പ്രകാശത്തിൽ നിന്നാണ്, ഞാൻ അല്ലാഹുവിന്റെ നൂറാണ്, എന്റെ നൂറിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവനും അല്ലാഹു സംവിധാനിച്ചത്. ആ ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിക്കാനും അവരുടെ കൂടെ ഇടപഴകാനും ഭാഗ്യം കിട്ടിയ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കില്ലേ? ഒരൊറ്റ സംഭവം, ഒരു മഹത്വം മനസ്സിലാക്കാനും പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലാ യദ്ഖുലുൻ നാറ മൻ റആനി വലാ മൻ റആ മൻ റആനി. സുബ്ഹാനല്ലാഹ്. എന്നെ ഈമാനോടുകൂടെ കണ്ട ഒരാളും നരകത്തിൽ കടക്കൂല. എന്നെ കണ്ടവരും നരകത്തിൽ കടക്കൂല. മുഹമ്മദ് മുസ്തഫ. ഭാഗ്യം കിട്ടിയ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാനിത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആസ്വാദനത്തിന്റെ ലോകത്തേക്ക് പോകരുത്. അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട ഒരാൾ, ഈമാനോടുകൂടെ കണ്ട ഒരാൾ നരകത്തിൽ കടക്കൂല. അപ്പൊ ഒരൊറ്റ സഹാബിയും നരകത്തിൽ ഉണ്ടാവില്ല. ആ സഹാബത്തിനെ കണ്ടവരും നരകത്തിൽ കടക്കൂല. അപ്പൊ താബിഈങ്ങളും നരകത്തിലില്ല. എന്താ അവർ ചെയ്ത നന്മ? അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മുഖം കണ്ടു എന്ന ഒരു നന്മ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ, സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഫിൽ യഖ്ദാ. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ ഉണർച്ചയിലും കാണുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഭാഗ്യം തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭാഗ്യം. അല്ലാഹുവേ, സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യം തരണേ. എങ്ങനെ കാണും? ഹറാമുകളെ കൊണ്ട് നിറഞ്ഞ നമ്മുടെ കണ്ണും നമ്മുടെ മനസ്സും നമ്മുടെ ഖൽബും നമ്മുടെ നാവും കയ്യും കാലും എല്ലാം ഹറാമല്ലേ, എല്ലാം ഹറാമല്ലേ. ഹൃദയം പിടയ്ക്കുന്നു യാ റസൂലല്ലാഹ്, ഇനിയും പാപമാലേ നടത്തിയില്ല. ഇവനൊരു തൗബ തരുമോ യാ ശഫീഅല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. ഇരുളാം ഖബറിനെ കാത്തിരിപ്പുണ്ട്, ഇവനൊരു മൈതാവും നാളവും ഉണ്ട്. മുക്തിൻ തുണയല്ലാതെന്തിവർക്കുണ്ട്, മുമ്പും മദഹു പാടി ശിഫാഉണ്ട്. നബിയെ ഹറാമേത് കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയെ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ടു തൊലിയാനാണ്, നരക കൊണ്ടുവരിയും പേരുകൊണ്ടാണ്. ഹറാമ കണ്ട കണ്ണല്ലേ നമ്മുടെ കണ്ണ്, ഹറാമിലേക്ക് നടന്ന കാലല്ലേ നമ്മുടെ കാല്, ഹറാമ സ്പർശിച്ച കൈകളല്ലേ നമുക്കുള്ളത്, ഹറാമ ചിന്തിച്ച ഹൃദയമല്ലേ നമുക്കുള്ളത്, ഹറാമ കേട്ട കാതുകളല്ലേ നമുക്കുള്ളത്, ഹറാമ സംസാരിച്ച നാമല്ലേ നമ്മുടേത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് നേരമുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, രാവിലെയും വൈകുന്നേരവും എന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലിയാൽ വജബ
എന്റെ ശഫാഅത്ത് അവർക്ക് നിർബന്ധമായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. പഠിച്ചോനെ, ഈ കണ്ണുകൊണ്ട് എങ്ങനെയാ നബിയെ കാണുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നത് മുഴുവനും ഹറാം. രഹസ്യമായിരിക്കുമ്പോഴും നമ്മൾ നോക്കുന്നതും കാണുന്നതും ഹറാം. ഈ കണ്ണുകൊണ്ട് നബിയെ എങ്ങനെയാ നമുക്ക് സ്വപ്നം കാണാൻ കഴിയുക? അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നത്തിൽ കാണാനുള്ള മാർഗ്ഗം അതൊക്കെ അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അവസാനിപ്പിക്കുമ്പോൾ മഹാന്മാരായ ആളുകളുടെ ഇഷ്ക് സുബ്ഹാനല്ലാഹ് വല്ലാത്ത ഒരു അനുരാഗമല്ലേ അവരുടെ. ആ ഒരു മഹബത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാനായ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു തങ്ങൾ സുബ്ഹാനല്ലാഹ് ഹബീബായ നബി തങ്ങളോട് വല്ലാത്ത അനുരാഗമുള്ള മനുഷ്യനായിരുന്നല്ലോ. ഹബീബായ നബി തങ്ങളെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല മഹാനായ ഉവൈസുൽ ഖർനി. പിന്നെ ഉവൈസുൽ ഖർനി ചെയ്യുന്ന പണി എന്താ? പറന്നങ്ങാടിയിലേക്ക് വരും. എന്നിട്ട് ഏതെങ്കിലും കാഫിലക്കൂട്ടങ്ങൾ നടന്നു പോകുമ്പോ ആ കാഫിലക്കൂട്ടങ്ങളോട് ചോദിക്കുകയാണ്, ആരെങ്കിലും മദീനയിൽ നിന്ന് വരുന്നവരുണ്ടോ? ആരെങ്കിലും മദീനയിൽ നിന്ന് വരുന്നവരുണ്ടോ? ഏതെങ്കിലും ആളുകൾ പറയുന്നു, അതെ, മദീനയിൽ നിന്ന് വരികയാ. പിന്നെ ഉവൈസുൽ ഖർനി അടുത്ത ചോദ്യം ചോദിക്കുന്നു, എന്റെ ഹബീബിനെ കണ്ടോ? എന്റെ ഹബീബിനെ കണ്ടോ? അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടാണ് വരുന്നത്. എന്നും കറനങ്ങാടിയിലേക്ക് ഇറങ്ങി നിൽക്കും. എന്നിട്ട് ഉവൈസുൽ ഖർനി റോട്ടിലൂടെ പോകുന്ന ആളുകളോടൊക്കെ ചോദിക്കുക, ഹൽ മിൻ മദീന, ഹൽ മിൻ മദീന, നിങ്ങൾ മദീനയിൽ നിന്ന് വരുന്നവരാ? മദീനയിൽ ആരെങ്കിലും വരുന്നവരുണ്ടോ? ആരെങ്കിലും പറയാ മദീനയിൽ നിന്നാ വരുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യം, ഹൽ റഅയ്ത റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടോ? അപ്പോൾ ആരെങ്കിലും പറയാണ്, അതെ, ഞാൻ ഹബീബായ നബിയെ കണ്ടു, അവിടുത്തെ സദസ്സിൽ ഇരുന്നിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ മഹാനായ ഉവൈസുൽ ഖർനി ചെയ്യുന്ന പണിയുണ്ടാ? ആ മനുഷ്യൻ ഏത് ദേശക്കാരനാണെന്നോ ഏത് നാട്ടുകാരനാണെന്നോ അവൻ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒന്നും നോക്കില്ല. ആ മനുഷ്യനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആ മനുഷ്യന്റെ കണ്ണു ചുംബിക്കുകയാ. എന്റെ ഹബീബിനെ കാണാൻ സാധുവായ ഉവൈസിന് കഴിഞ്ഞില്ല. നിങ്ങളുടെ കണ്ണെത്ര ഭാഗ്യമുള്ള കണ്ണാ. എന്റെ ഹബീബിനെ കാണാൻ ഭാഗ്യം കിട്ടിയ കണ്ണല്ലേ. ആ കണ്ണ് ഞാനൊന്ന് ചുംബിച്ചിട്ട് ഞാനൊന്ന് സായുജ്യമടയട്ടെ. എന്താണ് ഈ ഇഷ്കിനൊക്കെ നമ്മൾ എങ്ങനെയാ ഓർമ്മിക്കുക? നമുക്ക് എന്ത് സ്നേഹമുള്ള ഒരു മൗലിദ് ഓതാൻ, അല്ലെ? മൗലിദ് ഓതുന്ന സദസ്സിനെ പറ്റി ഉസ്താദ് പറഞ്ഞു, മങ്കൂസ് മൗലിദ് അല്ലെങ്കിൽ സർവഫലന മൗലിദ് ഓതുമ്പോ പള്ളിയിൽ ആളില്ല എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കാം. വീട്ടിലോതും അതുമില്ല. എന്ത് സ്നേഹം! എവിടെ നമുക്ക് സ്നേഹമുള്ളത്? നമ്മളെ സ്നേഹം ആ നെയ്ച്ചോറിന്റെ ചപ്പട ഇറക്കി വെക്കുന്നതോടുകൂടെ നമ്മളെ സ്നേഹം കഴിഞ്ഞു. യാ അല്ലാഹ് ഖലാസ്. നബിദിനുമല്ല, മൗലൂദുമില്ല, റാത്തീബുമില്ല. ഞങ്ങളുടെ നാട്ടില്, എന്റെ നാട്ടിലൊക്കെ 30 ദിവസം റസൂലുള്ളാഹിന്റെ മൗലൂദ് ഓതും സല്ലല്ലാഹു അലൈഹി വസല്ലം. 10 ദിവസം റബീഉൽ ആഖിറിൽ 10 ദിവസം മഹാനായ ഗൗസുൽ ആലമിന്റെ മൗലൂദ് ഓതും. എന്നിട്ട് 41ാമത്തെ ദിവസം, അതായത് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ട് റബീഉൽ ആഖിർ 11ന്റെ അന്ന് മൗലിദ് കാലം കൂടുക എന്ന് പറയും. എന്റെ നാട്ടിൽ പെരിന്തൽമണ്ണ, നിങ്ങളുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഉള്ള ഒരു പറച്ചിലാണ്. മൗലിദ് ഇന്ന്, നാളെ മൗലിദ് കാലം കൂടുതലാണ്, ഇന്ന ദിവസം മൗലിദ് കാലം കൂടെ. ഈ കാലം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? 40 ദിവസത്തെ മൗലിദിന്റെ സമാപനം. അന്ന് ഒന്നുകിൽ നന്നായി നല്ല ചീഞ്ഞൊക്കെ ഉണ്ടാക്കും. ചിലവര് നെയ്ച്ചോറും പൂത്തിനൊക്കെ ഇറക്കും, അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. എന്റെ വലിയൊരു ആഘോഷമായിട്ട് 40ാമത്തെ ദിവസം മൗലിദ് സമാപനം. എല്ലാ ദിവസവും പള്ളിയിൽ മൗലിദ് ഉണ്ടാവും, മദ്രസയിലും ഉണ്ടാവും. ഇവിടൊക്കെ അല്ലേ എങ്ങനെ? നമ്മളെ ഖാദിരിയിലൊക്കെ ഉണ്ട്.
കുട്ടികൾ വരണം, ഉമ്മാര് പറഞ്ഞേക്കണം കുട്ടികളെ മൗലിദിന്റെ മജ്‌ലിസിലേക്ക് ഉമ്മമാര് പറഞ്ഞേക്കണം. കുട്ടികൾ നന്നാവണമെങ്കിൽ മൗലിദിന്റെ സദസ്സിൽ കുട്ടികളെ പറഞ്ഞേക്കണം. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. നമ്മളും പങ്കെടുക്കണം. നമ്മുടെ വീടുകളിൽ മൗലിദ് ഓതണം. ഞാൻ എന്റെ വീട്ടിൽ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ട്, ഓരോ ദിവസം ഒരു ഹദീസ് മൗലിദ് ഓതണം. കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മധുരം കഴിഞ്ഞാൽ അതിന് എവിടെയെങ്കിലും എടുത്തു വെച്ചാൽ മതി, കണ്ടവര് വാങ്ങും. എന്തെങ്കിലും അല്ലെങ്കിൽ മധുരം ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. എപ്പോഴും നല്ലട്ടോ, വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം കുട്ടികൾ എന്ത് ചെയ്യും, ആ സമയത്ത് മൗലിദ് ഓതാൻ വേണ്ടി നമ്മൾ മറന്നാൽ പോലും ഓരവിടെ റെഡി വന്നിരുന്നിട്ടുണ്ടാവും. അല്ലാഹു മക്കളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് മൗലിദിന്റെ സദസ്സ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. എല്ലാ പ്രയാസങ്ങളും നീങ്ങാനും മുറാദ് ഹാസിലാവാനും ഒക്കെ കിട്ടുന്ന വലിയൊരു ഒരു നിധിയാണ് നമുക്ക് മൗലിദിന്റെ സദസ്സ്. ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. നെല്ല് നാളെ കൃഷി നെല്ലിറക്കുകയാണെങ്കിൽ തലേന്നൊരു മങ്കൂസ് പോലും തോന്നും. എന്നിട്ട് പാടത്ത് നെല്ലിറക്കുക, ഞാറ് നടുക. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. എന്നതൊക്കെ പോയില്ലേ. മങ്കൂസ് മൗലിദ് ഭയങ്കര സംഭവം, ഭയങ്കര ഫലാണ് മങ്കൂസ് മൗലിദിന്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം വൈകി, ഞാൻ അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി മഹാന്മാരെ സ്നേഹിച്ചതുപോലെ നമുക്ക് കഴിയില്ലെങ്കിലും അവരെ സ്നേഹിക്കാനെങ്കിലും അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. അല്ലാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ, മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحمين يا سيداയ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഈ പരിശുദ്ധമായ മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഞങ്ങൾ ഓതിയതും ചൊല്ലിയതും പറഞ്ഞതും നൽകിയതും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞ മജ്‌ലിസാണ് അല്ലാഹ്. ഹബീബിന്റെ മൗലിദ് ഓതിയ മജ്‌ലിസാണ്. അസ്മാഉൽ ബദർ ചൊല്ലിയ മജ്‌ലിസാണ് റഹ്മാനേ. യാസീൻ സൂറത്തുൽ ഇഖ്ലാസ് മുഅദ്ദിലതൈൻ ഫാത്തിഹയും ഓതിയ മജ്‌ലിസാണ് റബ്ബേ. സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ് അല്ലാഹ്. എല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. പടച്ചവനെ, ഞങ്ങളിൽ പലരും പല വിധത്തിലുള്ള ചീരടിയും നൽകിയവരുണ്ട് റഹ്മാനേ. ഞങ്ങളിൽ പലരും ഭക്ഷണത്തിലേക്ക് സംഭാവന നൽകിയവരുണ്ട്, അതുപോലെ മജ്‌ലിസിലേക്കൊക്കെ സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, അതിന്റെ ഒക്കെ മിസ്ലി സവാബിന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മറ്റുള്ള എല്ലാ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കൾ, അസ്ഹാബുൽ ബദരീങ്ങളുടെ അർവാഹിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ മശായിഖന്മാരുടെയും എല്ലാ ഔലിയാഇന്റെയും ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അവരുടെ ഹഖ് ജാഹ് ബറകത്ത് ഇൽമുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ ദോഷങ്ങളെ പുറത്തു വരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, കുടുംബങ്ങൾ എല്ലാവർക്കും നീ പുറത്തു തരണേ അല്ലാഹ്.
പടച്ചവനെ ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ ദോഷങ്ങളും പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള ഹലാലും ഖൈറുമായ എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, പ്രയാസങ്ങളുള്ളവരാണ്. പടച്ചവനെ എല്ലാവരുടെ പ്രയാസങ്ങളും നീക്കണേ റഹ്മാനെ. എല്ലാവരുടെ വിഷമങ്ങൾക്കും നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന അവിടുത്തെ ഇഷ്ക് മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോൾ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുമായി കടന്നു വന്നവരുണ്ട്. ആ ഉദ്ദേശങ്ങളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ദുആ ചെയ്യാൻ പറഞ്ഞ പലരുമുണ്ട് റബ്ബേ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിനക്കല്ലാതെ മറ്റൊരാൾക്കും അറിയില്ല അല്ലാഹ്. നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഈ ഇരിക്കുന്ന പലരും രോഗികളാണ് റബ്ബേ. ഞങ്ങളോട് ബന്ധപ്പെട്ട വീടുകളിൽ പലരും വിശ്രമിക്കുന്ന രോഗികളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്ന രോഗികളുണ്ട്. ഞങ്ങളോട് ബന്ധപ്പെട്ട് വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന പലരും രോഗികളാണ്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. സഹിക്കാൻ പറ്റാത്ത രോഗങ്ങൾ നൽകി ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ക്യാൻസറിൽ നിന്ന്, ട്യൂമറിൽ നിന്ന്, ഹാർട്ട് സംബന്ധമായ, കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഡയാലിസിസ് ചെയ്യേണ്ട രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. നിന്നോട് ചോദിക്കാൻ അർഹനല്ലെങ്കിലും പടച്ചവനെ നിന്റെ ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ മജ്‌ലിസാണല്ലാഹ്. സുബ്ഹാനൽ ബദർ ചൊല്ലിയ മജ്‌ലിസാണല്ലാഹ്. ഖുർആൻ ഓതിയ മജ്‌ലിസാണ് റബ്ബേ. സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണല്ലാഹ്. പടച്ചവനെ സദഖ നൽകിയ മജ്‌ലിസാണല്ലാഹ്. പടച്ചവനെ നിഷ്കളങ്കരായ പൊരുന്ന മക്കളുള്ള മജ്‌ലിസാണ്. ആലിമീങ്ങളുള്ള മജ്‌ലിസാണ്. കാരണവന്മാരുള്ള മജ്‌ലിസാണ്. പ്രിയപ്പെട്ട ഉമ്മമാരുള്ള മജ്‌ലിസാണ്. നീ തട്ടിക്കളയല്ല അല്ലാഹ്. ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന ഈ ഇരിക്കും നീ ഖാലിബാക്കി മടക്കല്ല അല്ലാഹ്. പടച്ചവനെ ഒരാളുടെ കുടുംബത്തിലും മാരക രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. ആർക്കെങ്കിലും അത്തരം രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ടെങ്കിൽ നീ പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പരിപൂർണ ശിഫ നൽകണേ അല്ലാഹ്. പടച്ചവനെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിങ്ങളുടെ ഒരാളുടെ കുടുംബത്തിലും അത്തരം മരണങ്ങൾ നൽകല്ല അല്ലാഹ്. വിദേശ നാടുകളിൽ ജോലി ചെയ്യുന്ന പലരും പള്ളിയുടെ, മദ്രസയുടെ, ദീനിന്റെ കാര്യം പറയുമ്പോൾ സഹായിക്കുന്ന, സഹകരിക്കുന്നവരുണ്ട്. അല്ലാഹ് നീ അവരെ കാക്കണേ റബ്ബേ. നാട്ടിലുള്ളവരെ കാക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിലേക്ക് ഭക്ഷണം നൽകിയവർ അവരുടെ മനസ്സിലുള്ള മുറാദ് ഹാസിലാക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നീ മാരക രോഗങ്ങൾ നൽകല്ല അല്ലാഹ്. തന്നുള്ള മരണങ്ങൾ നൽകല്ല അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് അതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ഹസദികളെ ഹസദിൽ നിന്ന്, ആലിമീങ്ങളെ ഐനിൽ നിന്ന്, സാഹിരികളെ സിഹറിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയ മക്കളുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ കുടുംബ ജീവിതത്തിലേക്ക് കടന്നവർക്ക് റാഹത്തുള്ള ജീവിതം നൽകണേ അല്ലാഹ്. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവരുണ്ട് റബ്ബേ. സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ, ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. സാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഭർത്താവിന്റെ ദുസ്വഭാവത്തിന്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നീ അവർക്കൊക്കെ നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ വേദനിക്കുന്ന എത്രയോ ഭർത്താക്കന്മാരുണ്ട്. റബ്ബേ അവർക്കൊക്കെ നീ നല്ല മനസ്സ് നൽകണേ അല്ലാഹ്. റാഹത്തുള്ള കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. മക്കള് കാരണം ഞങ്ങളെ
നീ രണ്ട് ലോകത്തും ഇസ്സത്തിലാക്കണേ അല്ലാഹ്. മക്കൾ കാരണം ഞങ്ങളെ നീ വശത്തരത്തിലാക്കല്ല അല്ലാഹ്. രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ പല വിധത്തിലുള്ള വിദ്യാഭ്യാസ മേഖലകളിലും പഠിക്കുന്നവരാണ്. പഠിച്ചവനെ നിന്റെ ഹിഫ്ള് ഇനായത്ത് ഉണ്ടാകണേ അല്ലാഹ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. അവരുടെയൊക്കെ പരീക്ഷകളിൽ നീ ഉന്നത വിജയം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെ ഖബറിലേക്കും ഈ മജ്‌ലിസിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാഹ്. ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മഹല്ല് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഖബറാളുകൾ, ഞങ്ങളോട് ബന്ധപ്പെട്ട് പല പള്ളിക്കാട്ടിലും കിടക്കുന്ന ഖബറാളുകളുണ്ടല്ലോ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, ഭാര്യ, ഭർത്താക്കൾ, മക്കൾ, പേരമക്കൾ, ഒരുപാട് ബന്ധുക്കൾ മരണപ്പെട്ടു പോയി അല്ലാഹ്. അവരൊക്കെ അവരുടെ മണ്ണിലാണല്ലോ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിന്റെ മിഥിൽ സവാബിനെ അവരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും അവർക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, സമ്പത്തിൽ, കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവിധ ശർറിനെ തൊട്ടും കാക്കണേ റഹ്മാനെ. ഈ സ്ഥാപനത്തെ നീ ഇസ്സത്തിൽ നിന്ന് ഇസ്സത്തിലേക്ക് ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിൽ, പള്ളി മദ്രസകളിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, രക്ഷിതാക്കൾ, പഠിക്കുന്ന മക്കൾ, എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മക്കളുടെ മീലാദ് പ്രോഗ്രാമൊക്കെ നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. നിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കൽ ഖൈറാകുന്ന സമയം ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുന്ന് ഇഷ്ടപ്പെടുന്ന മജ്‌ലിസാക്കണേ അല്ലാഹ്. അവിടുത്തെ മുഹിബ്ബീങ്ങളിലും ആശിഖീങ്ങളിലും സാധുക്കളായ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على خير سيدنا محمد. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا ربي صل عليه وسلم.